നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ഉപയോഗത്തിലുള്ളതും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായിട്ടുള്ള പല പല സെറ്റിംഗ്സുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിംഗ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകും. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങളതൊന്ന് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ മൊബൈലിൽ ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന രണ്ട് സെറ്റിംഗ്സുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ കോളുകൾ ട്രാപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടാനും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓഫ് ചെയ്യാനുള്ള കാര്യം നോക്കുക. അതായത് നിങ്ങൾ ഈ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് അഡ്രസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്രസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഈ സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഞാൻ ഇവിടെ താഴെ എൻ്റെ അഡ്രസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഗൂഗിൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ആയിട്ട് അത് ഫില്ല് ചെയ്തോളും. പക്ഷേ ഈ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് തേർഡ് പാർട്ടിക്ക് ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ട് ആ സെർച്ച് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ട ഒരു വേർഡ് ഞാൻ പറഞ്ഞുതരാം. പ്രൈവസി എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. ഇത് പല ഫോണിലും പല രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പ്രൈവസി കൊടുക്കുക. ആ പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇതിവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇത് ഓൺ ചെയ്യുന്നത് നമുക്ക് പല പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം സൈറ്റുകളിൽ പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ സഹായിക്കാനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവഴി നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ഫോൺ നമ്പർ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഏതെല്ലാം സൈറ്റിൽ പോയിട്ടുണ്ട്, നമ്മൾ എവിടെയെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രഹസ്യമായി ചോർത്തിയിട്ട് മറ്റു തേർഡ് പാർട്ടിക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ്